ഈ ചക്ക ഗൈസ് ചക്ക ഇഷ്ടമുള്ള എല്ലാവർക്കും വേണ്ടി ഡെഡിക്കേറ്റ് ചെയ്യുന്നു. യെസ്, നോക്ക് ചക്ക വെട്ടിയപ്പോ എത്ര കൈകളാ ഓടി ഓടി വരുന്നത് നോക്ക്. അപ്പോൾ ഗൈസ് ഈ സാധനത്തിനെ പൊക്കി എടുത്തുകൊണ്ട് നമ്മൾ നേരെ വന്നിരിക്കുകയാണ് നമ്മുടെ അമ്മ വീട്ടിലേക്ക്. അപ്പോൾ അമ്മ വീട്ടിൽ വന്നു കഴിഞ്ഞാൽ ഉള്ള പരിപാടി എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ആദ്യം ഈ ഏണി എടുക്കുക. ഈ ഏണി എടുത്തിട്ട് നേരെ നല്ല മുഴുത്ത ചക്ക വെപ്പുണ്ട്. ചക്ക ഇടുക, ചക്ക കഴിക്കുക, ഇതൊക്കെയാണ് അമ്മ വീട്ടിൽ വന്നു കഴിഞ്ഞാൽ ഞങ്ങളുടെ പരിപാടി. പിന്നെ കുരുമുളകൊക്കെ ഉണ്ട്, ഇതെല്ലാം ഇടിക്കുക, ഇതൊക്കെയാണ് ഞങ്ങളുടെ പരിപാടി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. ഒരു കൃഷിയായ ഭൂമിയാണ് അമ്മയോടെന്ന് പറഞ്ഞാൽ പ്രത്യേക ഒരു ഇഷ്ടമാണ് ഗൈസ്. ബാക്കിയുള്ളവർക്കൊക്കെ എങ്ങനെയാണെന്നുള്ളത് കമൻറ്റ് ചെയ്ത് അറിയിക്കേ. അപ്പം ഈ സാധനത്തിനെ പൊക്കി എടുത്തുകൊണ്ട് വന്നേക്കാണ്. ഡേ വാ ചക്ക ഇടാം. നീ കയറുമെന്നല്ലേ പറഞ്ഞേ? കയറ്. അതെന്താ ഭയങ്കര ഗൈസ് ഇവിടെ വന്നു കഴിഞ്ഞപ്പോഴത്തേക്ക് പറഞ്ഞ ചക്ക ഞാൻ കയറി ഇടും, എനിക്ക് യാതൊരു ഇതും ഇല്ലെന്നൊക്കെ ഭയങ്കര ഡയലോഗ് അടിച്ച ടീമാണ്. കിട്ടിട്ട് കഴിഞ്ഞ ദിവസം നമ്മൾ കരിക്ക് വെട്ടാൻ കയറിയപ്പോ തന്നെ എന്റെ ധൈര്യം എല്ലാവർക്കും മനസ്സിലായത്. ഓക്കെ, ഇത് ഞാൻ ചിരിച്ചോണ്ട് നിൽക്കുന്ന എന്നാന്ന് എല്ലാരും ചിന്തിക്കും. ഇപ്പം നൈസായിട്ടൊക്കെ നമ്മുടെ ക്യാമറാമാൻ ഒന്ന് ഇടിച്ചു തല്ലി വീടേനെ. ഒരാള് വീഴുന്നാണ്ട് ചിരിക്കരുത്, പക്ഷെ അഹങ്കാരത്തിലുള്ള പോക്കണ്ട് ചിരിച്ചു പോയതാ. ചക്ക ഈ ചക്ക ഇട്ടിട്ട് ചക്ക മൊത്തം ഞാൻ തിന്നോടി, നിനക്ക് തരത്തില്ല ഗൈസ്. കുഴിച്ചക്കയാണ് ഗൈസ്. നമുക്ക് ചക്ക ഇടാൻ വേണ്ടി ധൈര്യം ഉണ്ടെങ്കിൽ കയറടി. വെല്ലു വിളിക്കുന്ന ഇവനെ ധൈര്യം ഉണ്ടെങ്കിൽ നീ കയറ്. ഇതൊക്കെ കയറ്. എന്താ പേടിയാന്നോ? എന്താണ്ടോ? ആ ഞാൻ കയറും. നീ ധൈര്യം ഉണ്ടാക്കി കയറാൻ. ഇതിനെ മണ്ടയ്ക്ക് നീ കയറി കഴിഞ്ഞാ നീ ഇതിനെ ഉണ്ടെങ്കിൽ ധൈര്യം ഉണ്ടെങ്കിൽ കയറടി. നീ ഇത് കയറി കാണിക്കുകയാണെങ്കിൽ നിനക്ക് 1000 രൂപ ഞാൻ തരും. നീ കേറ്, നീ കേറടി, കേറടി, നീ കേറ്. നീ അല്ലേ പറഞ്ഞു ഇപ്പൊ മണ്ടയ്ക്ക് കയറി ചക്ക നോക്കുമെന്ന്. നോക്കാണ്ട ആണ്ടായിരിക്കും ചക്ക. ഇത്ര ഹൈറ്റുള്ള ചക്ക ഉണ്ടെങ്കിൽ നീ കയറുന്നില്ല. കേറാണ്ട ഏണി വെച്ച് കേറ്. കേറടേ. അയ്യേ, പിച്ചാത്തി കിട്ടി. ഇനി നമുക്ക് ചക്ക ഇടുന്ന ആളുകൾക്ക് കൊണ്ട് ഇതുകൊണ്ട് കൊടുക്കാം. ഹലോ, ചക്ക ഇടണ്ടേ? എന്താ നിന്റെ പഴയ ഓർമ്മ? ഓർമ്മകളോടിക്കളിക്കുവാനെത്തുന്ന മുറ്റത്തെ ചക്കര മാവിന്റെ ചോട്ടൻ. ഏതാടാ മാവ്? മാവുണ്ടോ ഇവിടെ? കണ്ടിട്ട് ഏതാ പാകമായെന്നാ തോന്നുന്നേ? ഒറിജിനൽ ചക്കയാണ് താഴെ വന്നത്. നമ്മുടെ ചക്ക അവിടെ മേളിൽ തിരിച്ചിറങ്ങിക്കോ. അത് നമുക്ക് മേളിന്ന് തോട്ടിക്ക് വരിഞ്ഞിടാം. അത് വേണ്ട, വേണമെങ്കിൽ രണ്ടാമത് കയറാം. ഇറങ്ങിക്കോ. ആ ഒരു ഇത്തിരി പൊക്കത്തി ഒരു ചക്ക ഇട്ടെന്ന് പറഞ്ഞോണ്ട് ഇനി അഹങ്കാരായിരിക്കും. ഓ പിന്നെ പിന്നെ ആ ചക്ക എടുക്ക്. ആരിവൻ ആരിവൻ ചക്ക കിട്ടി കഴിച്ചു. ഇനി അടുത്ത് നമുക്ക് കുറച്ച് കുരുമുളക് കഴിക്കാം. സുന്ദരി കുട്ടിയായിരുന്നുണ്ട് അടുത്തമ്മ. ഈ വീട്ടിലുള്ള എല്ലാം പറിച്ചോണ്ട് പോവുക. ഈ വീട്ടിലുള്ള എല്ലാം പറിച്ചോണ്ട് പോവുക. ഒക്കോട്ടെ. ചക്ക കഴിഞ്ഞപ്പോ നേരെ ഇതിന് പുളി എടുത്തിട്ടേക്കുക. പുളി പണ്ട് ഇഷ്ടം പോലെ പുളി കഴിച്ച പുളിമരമാണ്. എന്നും വേണ്ടി പുളി കഴിച്ചാന്നറിയാം. ഇല്ല, ഞങ്ങൾക്ക് അതിന്റെ ആവശ്യം. ഞങ്ങള് ഹെൽത്ത് കൂട്ടനായോണ്ട് ഞങ്ങൾക്ക് അതിന്റെ പ്രശ്നമില്ല. എന്തേ ഉണ്ടായിരുന്നു പുളി? ഇല്ല, ചീത്തയാണേ. നമുക്ക് നല്ലത് നോക്കാം. പുളി മേലുണ്ട് ഗൈസ്. എന്തും വേണ്ടി ഓർമ്മയുള്ള പുളിയാണെന്നറിയാം. പണ്ട് ഓണത്തിന് ഊഞ്ഞാല എടുത്തിട്ട് വരുന്ന പുളിക്കകത്ത് ഭയങ്കര ഇഷ്ടമുള്ള പുളിയാണ്. പുളിയൊന്നുമില്ല ഗൈസ്. അമ്മ തൂത്തപ്പ പുളിയല്ല ഇതിനകത്ത് കാണും. നാട് കിടക്കും. കിട്ടി ഗൈസ് പുളി. എവിടാ? ഇത് ചീത്തയൊന്നുമല്ല. ആടി ചീത്ത അടി ഗൈസ്. അടുത്ത് നമ്മുടെ പരിപാടി എന്ന് വെച്ച് കഴിഞ്ഞാൽ കുരുമുളക് പറിക്കൽ എന്നാണ് നമ്മുടെ പരിപാടി. എടേ കിട്ടുന്നുണ്ടോ? ഡേ കൈസ് മൊത്തം കുരുമുളകാണ് ഗൈസ്. കുരുമുളക്, പച്ച കുരുമുളക്.
ഇതൊക്കെയാണ് ഞങ്ങളുടെ അമ്മയുടെ വീട്ടിൽ വന്നുള്ള ഞങ്ങളുടെ എൻ്റർടൈൻമെൻറ്റ്സ്. കുരുമുളക് പറിക്കാം, അതെ, ചക്ക എടുക്കാം, പിന്നെന്താ ഈ പ്രാവശ്യം വന്നത് തന്നെ ചക്ക നോക്കുക. ബിക്കോസ് നമ്മുടെ പ്ലാവിൽ ഇന്ന് ചക്ക വീഴുന്ന ആ ചക്ക വീഴുമെന്ന് ഞങ്ങളുടെ അമ്മ പറഞ്ഞ് പറ്റിക്കുന്നതല്ലാതെ. ഇൻസ്ട്രക്ഷൻസിന് വേണ്ടി അമ്മ. ഈ അമ്മ വീട്ടിൽ വരുമ്പോൾ പ്രത്യേക ഫീലാണ് ഗൈസ്. എങ്ങനെയാണെന്നുള്ളത് നിങ്ങളുടെയൊക്കെ ഫീൽ എങ്ങനെയാണെന്നുള്ളത് നിങ്ങൾ കമന്റ് ചെയ്യുക. എനിക്കൊരു പ്രത്യേക ഫീൽ, അതെന്നാന്നറിയാവോ? അച്ഛൻ്റെ വീട്ടിൽ നിന്ന് ഒരു 2 കിലോമീറ്റർ അമ്മയുടെ വീട്ടിലേക്ക് വരും. 2 കിലോമീറ്റർ ഇല്ല. ഇല്ല, 1 കിലോമീറ്റർ ഇല്ല. എല്ലാ പിള്ളേരും സ്കൂളിൽ പഠിക്കുന്ന സമയത്ത് അമ്മ വീട്ടിൽ പോകുന്ന സമയത്ത് ഞാൻ പോവും, നടന്നു പോയിട്ട് വൈകുന്നേരം വീട്ടിൽ വരും. രാവിലെ വീണ്ടും പോകും, വൈകുന്നേരം പിന്നെയും വരും. എനിക്ക് ആ ഏണി പിടിച്ചതാ, ഞാൻ കയറാം. മണ്ടയ്ക്ക് കയറി ഞാൻ പറിച്ചു. കുരുമുളക് നീ കയറുവോ? എടി നീ ഡയലോഗ് അടിക്കുന്നല്ലാതെ നീ കയറുവോ? എന്നാപ്പാ പന്തായമാണോ? അപ്പാ കയറുവാ ഗൈസ്. അങ്ങനെ പൂർണ്ണ ശക്തിയോടെ നമ്മുടെ വക്കീല് വരുന്നു. വാ 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 വാ. പിന്നെന്താ സത്യാണ് പിടിക്കുക. കിളിക്കണ്ടാ നോക്കാതെ. ഓ അങ്ങനെ ഇതാ നമ്മുടെ വെല്ലുവിളി ഏറ്റെടുത്തുകൊണ്ട് നമ്മുടെ വക്കീൽ ഇതാ നേരെ ഉയരങ്ങളിലേക്ക്. ആഗ്രഹം ഉണ്ടായിരുന്നു ഇടുക്കിയിലോ കുമളിയിലോ അങ്ങനെയൊക്കെയുള്ള ഈ മല പ്രദേശത്തുള്ള ആൾക്കാരെ കല്യാണം കഴിക്കാൻ എനിക്ക് ഭയങ്കര ആഗ്രഹമായിരുന്നു. കാര്യം കുരുമുളക്, ജാതി അങ്ങനെയൊക്കെ പറിക്കാനും എനിക്ക് ഭയങ്കര ഇഷ്ടമായിരുന്നു. എൻ്റെ ഒരു ഫ്രണ്ടിൻ്റെ വീടുണ്ട്, ഞാൻ അവളെ ഓർക്കുന്നു. ഇപ്പം വെളുപ്പാങ്കാലത്ത് എന്നെ വിളിച്ച് അവളെ വീട്ടിൽ നിൽക്കാൻ പോയിട്ട് 4 മണിയായപ്പോൾ വിളിച്ച് എന്നെപ്പിച്ച് റബ്ബർ വെട്ടിക്കാൻ കൊണ്ടുപോകും അവള്. ഉണ്ടമ്പുടി, ഇടുക്കി. ഇടുക്കി. ഓ മൈ ഗാഡ് ഗൈസ്, ഇതും ഒരു വൈബല്ലേ. ഒരു സൺഡേ കിട്ടി, നേരെ അമ്മയുടെ വീട്ടിലേക്ക് വെച്ച് പിടിച്ചു. നേരെ കുരുമുളക്, ചക്ക, പിന്നെ പുളി, ഇങ്ങനെയുള്ള ഔഷധ ധാന്യങ്ങളെല്ലാം കഴിക്കുക. നാച്ചുറൽ ഗൈസ്, നാച്ചുറൽ. എടി 1 കിലോ കുരുമുളകിന് ഇപ്പം എന്തുണ്ട് വില? കറുത്ത മുത്ത്. ഇത് ഗോൾഡാ കേട്ടോ. സത്യത്തിൽ എന്തറിയാ? ഗോൾഡാണ് ഗൈസ്. ഇത് ഗോൾഡ്, പ്യുവർ ഗോൾഡ് കുരുമുളക്. 1 കിലോയ്ക്കാണ്ട് 10,000 രൂപ വരേണ്ടെന്ന് തോന്നുന്നു. പറ, നമുക്കൊരു കുരുമുളക് ബിസിനസ് തുടങ്ങിയാലോ? എന്താ എൻ്റെ അഭിപ്രായം? അതെ, ഞാൻ ബിസിനസ്സുകാരനല്ലേ. ഓ പാറു വെല്ലുവിളി ഏറ്റെടുത്ത്. ഇത്രയും ധൈര്യം ഞാൻ ചാൾസ് ശോഭരാജിൽ മാത്രമേ കണ്ടിട്ടുള്ളൂ. പിന്നെ ഇത് ചെറിയ മരമാണോ നീ കരുതുന്നത്? മറ്റേ നിനക്ക് പേടിയായതുകൊണ്ടല്ല, അന്നേരം എനിക്കൊരു ഒരു അൺകംഫർട്ട് ഫീൽ ചെയ്തോണ്ടാ കേറാ. എനിക്ക് ഇഷ്ടമുള്ള, എനിക്ക് ചെയ്യണമെന്ന് താല്പര്യമുള്ളത് ഞാൻ ആരെ ആശ്രയിക്കാറില്ല. എന്നാ നിന്നെ ഹിമാലയത്തിൽ കൊണ്ടുപോകാൻ. അവനെ പറഞ്ഞാൽ മതി. ഇത്രയും കുരുമുളക് ഞാൻ പറിച്ചിട്ടാ ഇറങ്ങിയത് കേട്ടാ. ചുമ്മാ ഇങ്ങനെ പറിച്ചിലെടുത്തൊന്നും ഞാൻ അങ്ങോട്ട് കേറിട്ട് ഇപ്പൊ തന്നെ അങ്ങ് ഇറങ്ങിയതാണ്. അങ്ങനെയാണോ പെമ്പിള്ളേരെ? ഇതേ വേറൊരു പാത്രത്തിൽ എടുത്തിട്ടെ. സുധി എത്ര പറിക്കുന്നു കാണാം. പിന്നെ ഉള്ള കുരുമുളകെല്ലാം നീ പറിച്ചിട്ട് ഇനി അതിനകത്തുണ്ട് കുരുമുളക്. സുധി ഇറക്കിയിട്ടാ ഞാൻ ഇട്ടിട്ട് വരാം. മേളിന്ന് അങ്ങനല്ല കുരുമുളക് പറിക്കുന്നേ. അയ്യോ, ഇതെന്തോ തോന്നിയ ദിവസം കാണിക്കുന്നേ. ഞെട്ടാ വരയ്ക്കണ്ടേ? അല്ല, എന്റെ മണിയെ പിടിച്ച് വലിച്ചിട്ട് ഇങ്ങോട്ട് ഇറങ്ങ്. പറിക്കാൻ അറിയാവുന്നൊരു പറിച്ചോളാം. ഇങ്ങോട്ട് ഇറങ്ങ. കാട്ടുവളിച്ചെടി ഗൈസ്. കണ്ടില്ലേ? ഇത്രയും നമ്മൾ പറിച്ചതാണ് കുരുമുളക്. ഇനിയുണ്ട് ഗൈസ്, പക്ഷേ എല്ലാം മറ്റേ വിഷറാണ്. വിഷർ കടിച്ച് കുറച്ചൊരു പരുവാക്കി. വിഷറും കൂടെ ഇളകിയിട്ടുണ്ട്, അതുകൊണ്ട് നമുക്ക് ബാക്കി പറിക്കാൻ പറ്റത്തില്ല. എന്തായാലും നമ്മൾ ഇത്രയും സാധനം കിട്ടിയിട്ടുണ്ട്. ബ്ലാക്ക് ഗോൾഡാണ് ഗൈസ്. അങ്ങനെ നമ്മുടെ കുരുമുളകൊക്കെ പറിച്ച് നമ്മൾ ചെന്നപ്പോൾ ഒരാൾ ഇവിടെ ഇരുന്ന് ചായ കുടിക്കുന്നു. ചൂടി ചായ. ക്ഷീണമാണെന്ന് തോന്നുന്നു. എങ്ങനെയുണ്ടേ? ഉയരം കൂടുന്തോറും ചായയുടെ സ്വാദ് കൂടും. കുരുമുളക് പറിക്കാൻ എന്നെ ഹെൽപ്പ് ചെയ്യാൻ വന്നിട്ട് അവിടെ ഇരുന്ന മിസറിനെ എല്ലാം ഇളക്കിയിട്ട് എന്നെ കൊണ്ട് ഇതൊക്കെ സാധിക്കൂ. എല്ലാം എടുത്തിട്ടുണ്ട്. ബാക്കി പറിക്കണമെന്നുണ്ട്, പക്ഷെ അതിനകത്ത് വേറെ സൈറ്റിലുണ്ട് ഗൈസ്. മൊത്തം കുരുമുളകാ ഉണ്ടോ ഗൈസ്? കുരുമുളക് വേട്ട. പിടിച്ചാമേ.
മൊത്തം ഉണ്ടായിരുന്നു കേട്ടോ, മൊത്തം പൊഴിഞ്ഞു പോയി. ആ ചക്ക കേടായി കിടക്കുവാണ് കറുത്ത്. അങ്ങനെ കഴിച്ച് നമ്മളൊരു തോട്ടിയും പൊക്കി എടുത്തുകൊണ്ട് വരുന്നുണ്ട്. നമുക്ക് ചക്ക ഇടാൻ വേണ്ടിയുള്ള തോട്ടിയാണ് ആയുധം. കണ്ടോ, ഇത്രയും അടുത്ത് നിൽക്കുന്ന സാധനം ഇടാനാണ് വലിഞ്ഞു കയറാൻ പോയത്. അമ്മയോട് മാറിയിരിക്കാൻ പറ. നിക്ക് 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 നിക്ക്, മാറിക്കോണേ. ദേ അതും കൂടി ഇട്ടേര്. അത് ആര് പറഞ്ഞ ഐഡിയ നടന്നു? അല്ല, ആര് പറഞ്ഞത് ഇപ്പൊ നടന്നു? ആര് പറഞ്ഞ നടന്നമ്മേ? ആരാ ഈ ഐഡിയ പറഞ്ഞേ? വിവരമുള്ളവര് പറയുന്നത് കേക്കണം. അത് നമ്മൾ 2 ചക്കയാണ് ഇപ്പൊ ഇട്ടത്. ഒന്നതും ഇതും. എന്തോ അതിന്റെ സ്കിന്നൊക്കെ ഒരു ബ്ലാക്കിഷ് കളറിൽ ഇരിക്കുന്നു. എന്താണോ എന്തോ, എന്താണെന്ന് നമുക്ക് നോക്കാം. ഇത് എത്ര കിലോ കാണും? ഈ ചക്ക ഗൈസ്, ചക്ക ഇഷ്ടമുള്ള എല്ലാവർക്കും വേണ്ടി ഡെഡിക്കേറ്റ് ചെയ്തിരുന്നു. സാധാരണ ഇത് കോടാലിക്കൊക്കെ ഇട്ടാ കിട്ടുന്നത്. പഴുത്ത കേട്ടോ, വിളഞ്ഞതായിരിക്കും. നീ അപ്പുറം കൂടെ തിരിക്കടാ, തിരിച്ചിട്ട് വിരല് ചക്കയെ പീഡിപ്പിക്കുകയാണ് ഗൈസ്. നല്ലതായിട്ട് അകത്തോട്ട് വെട്ടാതെ എങ്ങനെ അത് പൊളക്കും. നോക്ക്, ചക്ക വെട്ടിയപ്പോ എത്ര കൈകളാ ഓടി ഓടി വരുന്നത് നോക്ക്. എന്താ അങ്ങനെ? എനിക്ക് പഴുത്തത് ഇഷ്ടമല്ല, പക്ഷെ പച്ചച്ചക്ക തിരിഞ്ഞു. പിന്നെ 2 ദിവസമൊക്കെ കഴിഞ്ഞ് പഴുകും, നല്ല രീതിയിൽ പഴുകും. ഒരെണ്ണം ക്യാമറമാന്റെ വായിലോട്ടും കൂടി വെക്കി 2 പേരും. അമ്മയും മാനും തന്നെ നിന്നുക. ചക്കേരക്കോട് കൂടി വായിലോട്ട് വെച്ച് വേവിക്കുമ്പോ നല്ല ചക്കേര, നല്ല ഇത് അരക്ക് മാതിരി. ചൂഴയല്ല, വരിക്കയല്ല. അങ്ങനെ നമ്മൾ ആകെ മൊത്തം 3 ചക്ക ഇട്ടിട്ടുണ്ട്. അങ്ങനെ ചക്ക മൊത്തം നമ്മൾ നിരത്തി വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇതിനകത്ത് 2 ചക്ക എടുത്ത് പഴുപ്പിക്കാൻ വെക്കണം, ബാക്കിയെടുത്ത് നമുക്ക് ചക്ക വേവിക്കാൻ എടുക്കണം. അപ്പോൾ ഗൈസ്, ഞങ്ങളുടെ കുഞ്ഞു വീഡിയോ ഞങ്ങളോട് നടത്തുകയാണ്. അപ്പോൾ ഗൈസ്, നിങ്ങളുടെ സപ്പോർട്ട് വേണം. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം, വാച്ച് ചെയ്യണം. അപ്പോൾ നിങ്ങളുടെ സപ്പോർട്ടും കാര്യങ്ങളുണ്ടെങ്കിൽ നല്ല നല്ല പുതിയ വീഡിയോസ് ആയിട്ട് വരാൻ പറ്റും. അപ്പോൾ ഗൈസ്, ഞങ്ങളുടെ അടുത്തൊരു വീഡിയോ ആയിട്ട് വരുന്നവരെ എല്ലാവർക്കും ബൈ.